ശിവപാർവതി ടെമ്പിൾ. അപ്പോൾ അത് ദൂരെ നിന്ന് കാണുന്നുണ്ട്, കണ്ടില്ലേ? ഇതാണ് ഒരു വലിയ ശിവലിംഗമാണ്. ഏറ്റവും വലിയ ശിവലിംഗം ആണെന്നാണ് പറയപ്പെടുന്നത്, കേരളത്തിൽ തന്നെ. അപ്പോൾ ഈ ശിവലിംഗവും തൊട്ടടുത്ത് മറ്റൊരു ടവർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, എനർജി ചക്രാസിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഗതികളൊക്കെ. അപ്പോൾ ഓരോ ലെവൽസും ഓരോ എനർജി ചക്രാസിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ടിക്കറ്റ് റേറ്റ് ഉണ്ട്, 150 200 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ ടിക്കറ്റ് റേറ്റ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഓരോ സമയത്തും ടിക്കറ്റ് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വളരെ നല്ല ഒരു കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതിനകത്തൊരു ഗൈഡ് ഉണ്ട്. അപ്പോൾ മലയാളികൾക്ക് വേറെ ഗൈഡ്, തമിഴ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേറെ. അപ്പോൾ ഓരോ ലാംഗ്വേജിനും സെപ്പറേറ്റ് ഗൈഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഗൈഡ്സാണ് പിന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പിൽ നിന്നിട്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുത്തത്. അതിനുശേഷം നമ്മൾ ആ ഒരു എന്താ പറയുക, ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പോയി. അപ്പോൾ അതിന് മുമ്പിൽ തന്നെ ഒരു തുടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തുടിയും അതുപോലെ ത്രിശൂലവും രണ്ടും ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ ചുറ്റുപാടുമൊക്കെ നന്നായിട്ട് ഗാർഡനൊക്കെ ചെയ്തിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ശിവലിംഗം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റി പോകണം. ഇവിടെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം ലഘുഭക്ഷണങ്ങളൊക്കെ കിട്ടും. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ പ്രസാദമുണ്ട്. പ്രസാദ കൗണ്ടറിൽ നിന്ന് നമുക്ക് അപ്പമാണ് ഇവിടുത്തെ ഒരു പ്രധാന എന്താ പറയുക പ്രസാദം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അപ്പമൊക്കെ വാങ്ങി അങ്ങനെ താഴോട്ട് ഇറങ്ങാണ്. അപ്പോൾ ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗേറ്റ് കടന്ന് അപ്പുറം പോകണമെങ്കിൽ ഗൈഡ് ഉണ്ടാവും. ഗൈഡാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് രാത്രിയായിട്ടോ. ഇതാണ് നൈറ്റ് വ്യൂ. ഇവിടുത്തെ നല്ല ഭംഗിയാണ് കാണാൻ. പുറത്തിറങ്ങുമ്പോൾ വളരെ ഭംഗിയാണ്. 8 മണി വരെയാണ് ഇവിടുത്തെ ഒരു സമയം കേട്ടോ. 8 മണി വരെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും കാണേണ്ട ഒരു അമ്പലം.